തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ പ്രതികരിച്ച് ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും സ്വന്തം പിതാവിനെ അവസാന കാലത്ത് അനാഥാശ്രമത്തിൽ തള്ളിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളോടാണ് ഇരുവരും പ്രതികരിച്ചത്. ചില യൂട്യൂബ് ചാനലുകളിൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജമാണെന്ന് അമൃതയും അഭിരാമിയും വ്യക്തമാക്കി. അച്ഛന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ലാത്ത കുടുംബത്തെ ഇത് പറഞ്ഞ് കുത്തി നോവിക്കരുതെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു. വ്യാജ വാർത്ത പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലാണ് അമൃതയും അഭിരാമിയും പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബകാര്യമാണ്. അതിൽ ഒരു വ്യക്തത വരുത്താനും ഇനി മുന്നോട്ട് കാര്യങ്ങൾ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാനുമാണ് ഞങ്ങൾ നേരിട്ടെടുത്ത് വ്യക്തത വരുത്തുന്നത്. ഞങ്ങളുടെ അച്ഛന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് അനാഥാശ്രമത്തിൽ ആയിരുന്നു. ഞങ്ങൾ അച്ഛനെ അനാഥാലയത്തിൽ തള്ളി എന്നൊക്കെ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ആ വീഡിയോ ആ യൂട്യൂബ് ചാനലിൽ ചേച്ചി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടൈമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒരു ചർച്ചയിൽ നിന്ന് ചെറിയൊരു ഭാഗം വെട്ടിയെടുത്ത് മനഃപൂർവ്വം ഒരു ചർച്ചാ വിഷയമാക്കാൻ ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത്. ഇതിൻ്റെ ബാക്കിയായി പലരും ഈ വിഷയം എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു. സമൂഹ മാധ്യമത്തിലും ബ്ലോഗർമാരുമൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു കുടുംബത്തെ വേദനിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരു കുടുംബത്തെപ്പറ്റി ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ 2, 4 വാക്ക് ഉപയോഗിച്ചല്ല വിധിക്കേണ്ടത്. അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം ആരോപിക്കുക. ഞങ്ങളുടെ അച്ഛൻ സമൂഹത്തിൽ പല സംഘടനകളുമായി ഇടപഴകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ വളർന്നു വന്ന കാലത്തെല്ലാം ഈ ആശ്രമങ്ങളും കാര്യങ്ങളുമായി ഞങ്ങളുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ പറയുന്ന ആശ്രമത്തിൽ ഞാനും അഭിരാമിയും അമ്മയും അച്ഛനുമെല്ലാം ഒരുപാട് തവണ പോയിട്ടുണ്ട്. അച്ഛൻ ഇതുപോലെ പല സംഘടനകളുടെയും ഭാഗമാണ്. അവരെ സംഗീതം പഠിപ്പിക്കുക, സ്റ്റേജിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ വളരെ ഇഷ്ടത്തോടെ ചെയ്തിരുന്നതാണ്. അച്ഛൻ്റെ തീരുമാനങ്ങളെയും ഇഷ്ടങ്ങളെയും ഞങ്ങൾ ഒരിക്കലും പോലും ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിലൊക്കെ പങ്കാളിയായിട്ടേ ഉള്ളൂ.